ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തിങ്കൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായി ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ സോഫ്റ്റ്വെയറുകളായ ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, അതുപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ഏറെക്കുറെ പേർക്കും ഇത് വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇതിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സോഫ്റ്റ്വെയറാണ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് സ്റ്റിൽ ഫോട്ടോസൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന പോസ്റ്ററൊക്കെ തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ വീഡിയോ കണ്ടൻറ്റുകളും അവരിപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോ കണ്ടൻറ്റുകളെ വളരെ സിമ്പിളായി നമുക്ക് മൊബൈലിലോ അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് കമ്പ്യൂട്ടറിൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. അതുപോലെ തന്നെ യൂട്യൂബേഴ്സായി നിൽക്കുന്നവർ, യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അഡോബ് പ്രീമിയർ പ്രോയുടെ 2022 വെർഷനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കാണുന്ന ഒരു ഇൻ്റർഫേസാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് നമ്മൾക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലായിട്ട് ന്യൂ പ്രോജക്റ്റും അതുപോലെ തന്നെ ഓപ്പൺ പ്രോജക്റ്റും. അപ്പോൾ ഈ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പുതുതായിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഓപ്പൺ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വീഡിയോകളെ വീണ്ടും റീ എഡിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ അതിലേക്കുള്ള ഓപ്ഷനാണ് ഈ ഓപ്പൺ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ കാണുന്നപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ വെൽക്കം ടു പ്രീമിയർ പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്പേസിൽ റീസെൻ്റ് എന്ന് പറയുന്നതിൻ്റെ താഴെയായി കുറേ വീഡിയോസ് നേരത്തെ ചെയ്ത കുറേ പ്രോജക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ആവശ്യം എന്ന് പറയുന്നത് ന്യൂ പ്രോജക്റ്റാണ്, പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇതെവിടെ ഈ ഫയൽ മെനു എന്ന് പറയുന്ന ഈ മെനു ബാറിൽ ഫയൽ മെനു എന്ന് പറയുന്ന ഓപ്ഷനിൽ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ കാണാൻ പറ്റും. അവിടെ ഓൾട്ട് കൺട്രോൾ എൻ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അപ്പോൾ കൺട്രോൾ ഓൾട്ട് എൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പുതിയ പ്രോജക്റ്റ് ഷോർട്ട് കട്ടായിട്ട് ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഈ പ്രോജക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് പുതിയ വെർഷനാണ്. പഴയ വെർഷനിലൊക്കെ ആണെങ്കിൽ വേറൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഈ സ്ഥാനത്ത് വരിക. ഏത് സോഫ്റ്റ്വെയറിലായിരുന്നാലും ലഭിക്കുന്ന ആ ഒരു ഇൻ്റർഫേസിൽ ഇനി പറയുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. ഒന്ന്, പ്രൊജക്റ്റ് നെയിം, അത് ആ വരുന്ന ഇൻ്റർഫേസിനകത്തുണ്ട് എങ്കിൽ നമ്മളവിടെ പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. നമ്മൾ തയ്യാറാക്കുന്ന പ്രൊജക്റ്റിന് ഒരു പേര് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ പ്രീമിയർ പ്രോ പാർട്ട് 1 എന്ന് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീമിയർ പ്രോ പാർട്ട് 1 ആണ് ഞാൻ തയ്യാറാക്കുന്ന പുതിയ വീഡിയോ പ്രോജക്റ്റിൻ്റെ, അതായത് ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേരായിട്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. പ്രൊജക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോജക്റ്റ് എവിടെയാണ് സേവ് ചെയ്യുന്നത് എന്നാണ്. കമ്പ്യൂട്ടറിൽ എവിടെയെങ്കിലും സേവ് ചെയ്യണമല്ലോ. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഡി ആണ്. നമുക്ക് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് ചൂസ് ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനിൽ എവിടെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവായിരിക്കും നമുക്ക് കിട്ടുക. അതിലൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തിടാം, അതല്ലാതെ കോമൺ ആയിട്ട് ഇടാം. എങ്ങനെയാണ് നമ്മുടെ സൗകര്യം. ഞാനിപ്പോൾ ഡി എന്ന് മാത്രം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. നമ്മൾ ആദ്യം പ്രൊജക്റ്റിൻ്റെ നെയിം കൊടുത്തു, പിന്നെ ആ പ്രൊജക്റ്റ് എവിടെ സേവ് ചെയ്യണമെന്നുള്ള ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ചെയ്യേണ്ടത് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പുതിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു വിൻഡോ നമുക്ക് നോക്കുക. ഇത് സാധാരണ നമ്മൾ ഈ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചപ്പോൾ കണ്ട ഒരു വിൻഡോ അല്ല. ഇത് ഫോട്ടോഷോപ്പിലോ അഡോബിൻ്റെ മറ്റ് സോഫ്റ്റ്വെയറിൽ കാണുന്ന പോലുള്ള ഒരു അഡോബിൻ്റെ തന്നെ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറിലൊക്കെ കാണുന്ന പോലെ ഒരു ഇൻ്റർഫേസ് അല്ല അഡോബ് പ്രീമിയർ പ്രോയ്ക്കുള്ളത്. അത് വീഡിയോ എഡിറ്റിംഗ് പർപ്പസിൽ വേറെ ഒരു രീതിയിലാണത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർഫേസിനെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ഒന്ന് എഫക്ട്സ് കൺട്രോൾ, അതുപോലെ തന്നെ ലുമിട്രി, സ്കോപ്പ്, സോഴ്സ്, ഓഡിയോ ക്ലിപ്പ് മിക്സർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.
ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെലക്ഷൻ ആയിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയും ഒരു പാർട്ടാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തൊട്ടടുത്ത സെക്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത ഒരു പാർട്ടാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നാലാമത്തെ ഒരു പാർട്ടാണ്. അതിൻ്റെ ഇടയിൽ ഒരു ടൂൾസ് ഒക്കെ കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ അത് വേറൊരു ചെറിയ പാർട്ടാണ്. ഇങ്ങനെ സെപ്പറേറ്റ് പാർട്ടുകളായിട്ട് ഇതിനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അങ്ങനെ ചെയ്തിരിക്കുന്നത്, ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കൂടുതലുണ്ട്. നമുക്ക് അതൊക്കെ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്ത് ഓരോന്നിൻ്റെയും പർപ്പസിനനുസരിച്ച് നമുക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണുന്നത്. അതിനെ ചെറുതാക്കാനും വലുതാക്കാനും കഴിയും. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത ഈ ഒരു എഫക്റ്റ് കൺട്രോൾസ് എന്ന് പറയുന്ന അതുപോലെ ലൊമിട്രി സ്കോപ്പ്, സോഴ്സ്, ഇങ്ങനെയൊക്കെ കാണുന്ന കുറച്ച് ഓപ്ഷൻസ് അടങ്ങിയ ഈ ഒരു വിൻഡോയെ നമ്മൾ പറയുന്ന പേരാണ് സോഴ്സ് വിൻഡോ എന്ന് നമ്മളിതിനെ പറയും. തൊട്ടടുത്ത് കാണുന്ന വിൻഡോയെ പ്രോഗ്രാം വിൻഡോ എന്ന് പറയും. അതുപോലെ തന്നെ തൊട്ട് താഴെ കാണുന്നതിനെ പ്രൊജക്റ്റ് വിൻഡോ എന്ന് പറയും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നതിനെ ടൂൾ ബോക്സ് എന്ന് പറയും. അതുപോലെ ടൂൾ വിൻഡോ എന്ന് പറയും. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്നതിനെ ടൈം ലൈൻ എന്നും പറയാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോർഷൻ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം വിൻഡോ അതുപോലെ തന്നെ ടൈം ലൈൻ. ഇവിടെയാണ് നമ്മളിതിൻ്റെ പ്രിവ്യൂവും അതുപോലെ തന്നെ വർക്ക് സ്പേസും ആയിട്ട് ഉപയോഗിക്കുന്ന ടൈം ലൈനും അതുപോലെ തന്നെ എൻ്റെ പ്രിവ്യൂ കാണുന്ന പ്രോഗ്രാം വിൻഡോയും. അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു സെക്ഷനുകളാണ് ഈ കാണുന്ന ഈ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കാണുന്ന മറ്റു പോർഷനുകൾ, മറ്റു ഓപ്ഷനുകൾ എന്ന് പറയുന്നത്, മറ്റു പാർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതെന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്കിപ്പോൾ ഇതിനെ ഈ ഒരു ഇൻ്റർഫേസ് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ഓരോ സെക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിൻഡോസിനകത്ത് പോയിട്ട് വർക്ക് സ്പേസിനകത്ത് ഇവിടെ വർക്ക് സ്പേസിൽ റീസെറ്റ് ടു സേവ്ഡ് ലേഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം റീസെറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അവസ്ഥയിൽ നമുക്കിത് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ റീസെറ്റായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു കാണേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ ഒരു സെക്ഷനിൽ എനിക്ക് കുറച്ചുകൂടി വീതി കുറച്ച് മതിയെങ്കിൽ ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ സെൻട്രൽ പോർഷനിലാണ് രണ്ട് പോർഷനെ അടുത്ത ഒരു പാർട്ടിൻ്റെയും, അതായത് പ്രോഗ്രാം വിൻഡോയുടെയും ഇപ്പുറത്ത് കാണുന്ന ഈ സോഴ്സ് വിൻഡോയുടെയും ഇടയ്ക്കായിട്ട് സെൻട്രലായിട്ട് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ നമുക്കിതിന് ആവശ്യാനുസരണം നീട്ടി വെക്കാനും ചെറുതാക്കാനും വലുതാക്കാനും നമുക്ക് സാധിക്കും. അതാണ് ഇതിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റിലായിട്ട് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം വിൻഡോ തീരുന്നിടത്ത് അവിടെയും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കുറച്ച് ചെറുതാക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഈ കാണുന്ന പ്രൊജക്റ്റ് വിൻഡോയിലും കുറച്ച് ഇതുപോലെ നീട്ടി വയ്ക്കണമെങ്കിൽ നീട്ടി വയ്ക്കാം. അതുപോലെ തന്നെ ടൂൾ ഓപ്ഷൻസ് ഒക്കെ ചെറുതാക്കി വെച്ചാൽ മതി. കാരണം കുറച്ച് ടൂൾസ് ഇതിനകത്ത് വരുന്നുള്ളൂ. കൂടുതൽ ഓപ്ഷനുകളാണുള്ളത്, ടൂൾസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ടൈം ലൈൻ നമുക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ നീട്ടി വയ്ക്കാം. ടൈം ലൈനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, ഏരിയ വേണ്ട ഒരു സ്പേസ് എന്ന് പറയുന്നത്. അതുപോലെ ടൈം ലൈനിൻ്റെ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ കൂട്ടി വയ്ക്കാം, കുറച്ചാണെങ്കിൽ കുറച്ച് വയ്ക്കാം. അതിനൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് കാണുന്നത് കുറച്ചുകൂടെ ഇങ്ങോട്ട് നമുക്ക് സ്പേസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് ആവശ്യമാണെങ്കിൽ അത്രയും സ്പേസിൽ വയ്ക്കാം. അല്ല സ്പേസ് കുറച്ചുകൂടെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, നമ്മുടെ ആവശ്യാനുസരണം ചെയ്യാം. പിന്നെ അതിൻ്റെ എഫക്ട്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷനിലാണ്. നമ്മളിവിടെ സെപ്പറേറ്റ് നിറയെ പോർഷൻസ് ഉണ്ട്, പാർട്ടുകളായിട്ട് ഇവിടെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോ സെക്ഷനായിട്ട് പിന്നീട് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഒരു ഇൻ്റർഫേസ് മാത്രമേ ഇവിടെ ആയിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഓഡിയോയും വീഡിയോയും ഇമേജുകളും ഒക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇതിനകത്തേക്ക് വീഡിയോയും ഇതെല്ലാം കൊണ്ടുവരുന്നത് ഈ പ്രൊജക്റ്റ് വിൻഡോയിലേക്കാണ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് വിൻഡോ കുറച്ചൊന്ന് വലുതായിരിക്കണം, നമുക്കൊന്ന് കാണാൻ പറ്റണം. പ്രൊജക്റ്റ് വിൻഡോയ്ക്കകത്ത് എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് കാണാൻ പറ്റണം. പ്രൊജക്റ്റ് വിൻഡോ എന്ന് പറയുന്നത് ഈ എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള, നമ്മളൊരു വീഡിയോ ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ അത് ആ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഇതൊരു പക്ക വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഈ അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ എഡിറ്റിങ്ങിന് ആവശ്യമായ വീഡിയോ, ഓഡിയോ, മറ്റു ഇമേജുകൾ ഇതെല്ലാം കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ പ്രൊജക്റ്റ് വിൻഡോ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ.
അതുപോലെ തന്നെ ടൈം ലൈൻ വിൻഡോ എന്ന് പറയുന്നത്, ഈ തൊട്ടടുത്ത് കാണുന്ന ടൈം ലൈൻ വിൻഡോ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രൊജക്റ്റ് വിൻഡോയിൽ കൊണ്ടുവന്നിട്ടുള്ള വീഡിയോയും ഓഡിയോയും ഇമേജുകളും എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന ടൈം ലൈൻ എന്ന് പറയുന്നത്. അത് ഇത്തിരി സ്പേസ് കൂടുതലാണ് ഈ ടൈം ലൈൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ ടൈം ലൈനിലേക്കാണ് നമ്മൾ ഈ വീഡിയോകളെ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് എടുക്കുന്നത്. അത് സൂക്ഷിക്കുന്നത് പ്രൊജക്റ്റ് വിൻഡോയിലാണ്. ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയലും നമ്മൾ ഏത് ഒരു വീഡിയോ ഫൂട്ടേജ് ആണെങ്കിലും ഓഡിയോ ഫൂട്ടേജ് ആണെങ്കിലും അതൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് പ്രൊജക്റ്റ് വിൻഡോയിലാണ്. അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം ലൈനിലേക്ക് എടുക്കുന്നു. ഇനി മുകളിൽ നമ്മൾ സോഴ്സ് വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. സോഴ്സ് വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ ഓഡിയോ ആണെങ്കിലും അതിൽ ഏതൊക്കെ പോർഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ക്ലിപ്പിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് ഇല്ല. നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മതിയാവും, ബാക്കിയുള്ളതൊക്കെ കളയേണ്ടതായിട്ട് വരും. അങ്ങനെ ആവശ്യമായിട്ടുള്ള പോർഷൻ തിരിച്ച് നമുക്ക് എടുക്കുന്നതിനും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതിനും സെലക്ട് ചെയ്തെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഴ്സ് വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്കതിൻ്റെ പ്രിവ്യൂ കണ്ടിട്ട് ആവശ്യമായ പോർഷൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, എഫക്ട്സ് കൺട്രോളുണ്ട്. അതായത് നമ്മളൊരു ഓപ്പൺ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ എന്തൊക്കെ എഫക്ട്സുകൾ നമുക്ക് കൊടുക്കാം, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം. അതുപോലെ ലിമിറ്ററി സ്കോപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കളറുമായിട്ട് ബന്ധപ്പെടുന്ന ഓപ്ഷൻസാണ്. അതിൽ ഓഡിയോ ക്ലിപ്പ് മിക്സർ ഉണ്ട്, ഓഡിയോയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്ന ഓപ്ഷനുകളാണ്. നമുക്കിപ്പോൾ അത്യാവശ്യം എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒരു വീഡിയോ ക്ലിപ്പ് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നതാണത്. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാം വിൻഡോയാണ്. പ്രോഗ്രാം വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ ഈ സോഴ്സ് വിൻഡോയിലേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുത്ത ആ പോർഷനെ കട്ട് ചെയ്തെടുക്കുന്നതിന് നേരെ നമ്മൾ കൊണ്ടുവരുന്നത് ടൈം ലൈനിലേക്കാണ്. അപ്പോൾ ഈ ടൈം ലൈനിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ടൈം ലൈനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രിവ്യൂ കാണുന്നതാണ് പ്രോഗ്രാം വിൻഡോ എന്ന് പറയുന്നത്. പ്രോഗ്രാം വിൻഡോയിലും നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രിവ്യൂ മാത്രമല്ല, അതിനകത്ത് വെച്ചിട്ട് നമുക്ക് ലെറ്റർ പോലുള്ള കാര്യങ്ങൾ, വീഡിയോ ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പ്രോഗ്രാം വിൻഡോ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത സെക്ഷനായിട്ട് ഞാൻ പറയുന്നുണ്ടാവും. മാത്രമല്ല നമുക്ക് ഈ ഇവിടെ ടൈം ലൈനിലേക്ക് കൊണ്ടുവരുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ, എഡിറ്റ് ചെയ്യുന്നതിനുള്ള കുറച്ച് ടൂൾസാണ് ഈ കാണുന്ന ടൂൾ ബോക്സിനുള്ളിൽ നമ്മൾ കാണുന്നത്. ഈ ടൂൾ വിൻഡോയ്ക്കുള്ളിൽ നമ്മൾ കാണുന്നത് കുറച്ച് ടൂൾസേ ഉള്ളൂ. ആ ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് വീഡിയോയെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാവുന്ന കുറച്ച് ടൂൾസാണ്. അപ്പോൾ ആ ടൂൾസും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ടൈം ലൈനും രണ്ടും അടുത്തടുത്ത് തന്നെയുണ്ട്. നമുക്ക് ഉപയോഗിക്കാവുന്ന സൗകര്യത്തിലാണത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് ഫസ്റ്റ് നമുക്ക് പറയേണ്ടത്. ഇനി അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ടൈം ലൈനിനെ നമ്മളൊരു സീക്വൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ടൈം ലൈനിനെ എങ്ങനെയാണ് സീക്വൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ആ സീക്വൻസിൽ ഏത് ടൈപ്പിലുള്ള സീക്വൻസുകൾ നമുക്ക് ആവശ്യമാണ്, വ്യത്യസ്തമായിട്ടുള്ള സൈസുകളിൽ വീഡിയോ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഒരു രീതിയുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടുന്ന രീതി, റീൽസ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സൈസിലാണ് ചെയ്യുന്നത്, യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ വേറൊരു സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ, സെക്കൻഡ് പാർട്ടിൽ നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഡോബ് പ്രീമിയർ പ്രോയുടെ സെക്കൻഡ് പോർഷനായി വരുന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഭാഗങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. നമസ്കാരം.